വിപ്ലവ വീര്യമുറങ്ങുന്ന ബീഹാറിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വോട്ടർ അധികാർ യാത്ര പാറ്റ്നയിലെ ഗാന്ധി മൈതാനത്ത് പടുകൂറ്റൻ റാലിയോടെ സമാപിച്ചിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ഈ യാത്ര ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ ഒന്നടങ്കമുള്ള ഐക്യത്തെ വ്യക്തമായി കാണിക്കുന്നതായിരുന്നു. ഈ യാത്രയിൽ ഇതുവരെ പങ്കെടുക്കാതിരുന്ന തൃണമൂൽ കോൺഗ്രസും അവസാന ദിവസത്തെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നു എന്നുള്ളത് സംഘിക്കൂട്ടങ്ങളുടെ ഉറക്കം കെടുത്തും എന്ന് ഉറപ്പാണ്. അവർ വിചാരിച്ചിരുന്നത് കോൺഗ്രസുമായി അകൽച്ചയിലായപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഈ യാത്രയുടെ ഭാഗം ആകില്ല എന്നായിരുന്നു. എന്നാൽ അവരുടെ ആ ദിവാസ്വപ്നങ്ങളെയെല്ലാം വൃഥാവിലാക്കിക്കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുടെ ഈ ജനമുന്നേറ്റത്തിൽ പങ്കാളികളായത്. അതിന്റെ വിവരങ്ങൾ നമുക്ക് വിശദമായി അവലോകനം ചെയ്യാം. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ വളരെ ആക്റ്റീവായി രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും ഈ യാത്രയുടെ ഭാഗമായപ്പോൾ ആവേശം വാനോളമായി. എന്നാൽ ഇതുവരെയും തൃണമൂൽ കോൺഗ്രസ് നേരിട്ട് ഈ യാത്രയിൽ പങ്കെടുത്തില്ല. അപ്പോഴും മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വോട്ട് കൊള്ളയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരുന്നു. യാത്രയുടെ അവസാന ദിവസം എക്സിലൂടെയാണ് തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ പ്രതിനിധികളെ ഈ യാത്രയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി അയക്കുന്നത് പ്രഖ്യാപിച്ചത്. ഇത് അറിയിച്ചുകൊണ്ട് എക്സിൽ അവർ പോസ്റ്റ് ചെയ്തതാണ് ഇത്. തങ്ങളുടെ ബഹുമാനപ്പെട്ട MP യൂസഫ് പത്താനും പ്രമുഖ നേതാവായ ലളിതേഷ് പാട്ടിയും വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ജനങ്ങളുടെ യാത്രയാണ്, ഇന്ത്യ അവരുടെ ശബ്ദം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഇത് അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇത്. ഇതിൽ ആദ്യം സംസാരിക്കുന്നത് മുൻ ക്രിക്കറ്ററും തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്സഭാ MPയുമായ യൂസഫ് പത്താനാണ്. आज हम लोग यहाँ से कलकत्ता से बिहार जा रहे हैं वोट अधिकार यात्रा के लिए, जो ममता दीदी और अभिषेक बनर्जी ने तृणमूल कांग्रेस की तरफ से हमें नॉमिनेट किया है. तो आज वहाँ पर जाके कल हम इंडिया ब्लॉक के अदर पार्टी के साथ भी ज्वाइन करेंगे और वहाँ पर रैली करेंगे. ഇന്ന് ഞങ്ങൾ കൽക്കട്ടയിൽ നിന്ന് ബീഹാറിലേക്ക് പോവുകയാണ് വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മമതാ ബാനർജി ഇതിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നിന്ന് പോയി നാളെ ഇന്ത്യ മുന്നണിയുടെ മറ്റു പാർട്ടികളോടൊപ്പം ഞങ്ങൾ ഈ യാത്രയുടെ ഭാഗമാകും. പിന്നീട് ഇത് അറിയിച്ചുകൊണ്ടുള്ള ലളിതേഷ് പാട്ടിയുടെ മെസ്സേജ് ഇതാണ്. पश्चिम बंगाल के मुख्यमंत्री आदरणीय ममता बनर्जी के आदेश पे और हम लोग के पार्टी के राष्ट्रीय महासचिव के प्रतिनिधि के रूप में आज माननीय सांसद यूसुफ पठान और मैं स्वयं पटना के लिए रवाना हो रहे हैं. वोट चोरी देश के सामने बहुत बड़ा मुद्दा है और तृणमूल परिवार इंडिया ब्लॉक और इंडिया गठबंधन के साथ खड़ा है. इस वोट चोरी के मसले पे सरकार के सामने हम लोग आईना दिखाने का काम करेंगे और निश्चित रूप से जो यात्रा लगातार बिहार में पिछले 15-16 दिन से चली है उसका संदेश अब जन जन तक जाने लगा है. ये फर्ज हम लोगों का है कि इस देश के लोकतंत्र को बचाने के लिए, इस देश के संविधान को बचाने के लिए हम लोग भी अपनी आवाज उस यात्रा के साथ जोड़े. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മമതാ ബാനർജിയുടെ ഉത്തരവ് പ്രകാരവും ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ പ്രതിനിധിയുമായി ബഹുമാനപ്പെട്ട MP യൂസഫ് പത്താനും ഞാനും ഇന്ന് പാറ്റ്നയിലേക്ക് യാത്രയാവുകയാണ്. വോട്ടുകൊള്ള രാജ്യത്തിന് മുന്നിൽ വലിയൊരു വിഷയമാണ്. അതുപോലെ തൃണമൂൽ കോൺഗ്രസ് കുടുംബം ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒപ്പം നിലയുറപ്പിക്കുകയാണ്. ഈ വോട്ടുകൊള്ള വിഷയത്തിൽ സർക്കാരിന് മുമ്പിൽ ഈ വിഷയത്തിൽ കണ്ണു തുറപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു. ബീഹാറിൽ കഴിഞ്ഞ 15-16 ദിവസമായി ഈ യാത്ര നടക്കുകയാണ്. ഇതിന്റെ സന്ദേശം ഇപ്പോൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്ന കടമ എല്ലാ ജനങ്ങളുടേതും ആണ്. ഞങ്ങളും ഞങ്ങളുടെ ശബ്ദം ഈ യാത്രയോടൊപ്പം ചേർക്കുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും ചേർന്ന് പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ ആണ് ഇത്. ഇവർ പാറ്റ്നയിൽ എത്തിച്ചേർന്ന് പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാണുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പാറ്റ്ന വിമാനത്താവളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ആളുകൾ ചേർന്ന് ഇവരെ രണ്ടുപേരെയും സ്വീകരിക്കുന്നതിന്റെ ചിത്രങ്ങളും തൃണമൂൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. ഇവിടെ അവർ ഈ യാത്രയുടെ ഭാഗമായി കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവയൊക്കെ. ഇവിടെ തേജസ്വി യാദവുമായും ലാലു പ്രസാദ് യാദവുമായും അവരുടെ വീട്ടിൽ ചെന്ന് കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങളാണ് ഇത്. പാറ്റ്നയിലെ ഈ സമാപന സമ്മേളനത്തിൽ യൂസഫ് പത്താൻ
ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇത്. നിർഭാഗ്യവശാൽ എനിക്ക് ലഭിച്ച വീഡിയോയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതിന്റെ ഭാഗങ്ങൾക്ക് ശബ്ദമില്ലായിരുന്നു. CPM-നെ പ്രതിനിധീകരിച്ച് ഈ വേദിയിൽ പ്രസംഗിച്ചത് ജനറൽ സെക്രട്ടറി MA ബേബി ആയിരുന്നു. ഹിന്ദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. वोट चोरी करते हुए भाजपा और RSS पूरे लोगों के सामने है जो जनतंत्र का दुश्मन है। वो वोट चोरी और कॉन्स्टिट्यूशन को हमला करना RSS को और भाजपा को बहुत इजी है। क्यों? हमारा संविधान जनवादी रिपब्लिकन मदनिरपेक्ष संविधान हमारा साम्राज्य विरुद्ध आज़ादी का उल्पन्न है। लेकिन हमको मालूम RSS और भाजपा हमारा आज़ादी के संघर्ष में नहीं था। BJP-യും RSS-ഉം വോട്ടുകൊള്ള നടത്തിയത് എല്ലാ ജനങ്ങൾക്കും വ്യക്തമായി. അവർ ജനാധിപത്യത്തിന്റെ ശത്രുക്കളാണ്. വോട്ടുകൊള്ള നടത്തുന്നതും ഭരണഘടനയ്ക്കെതിരെ ആക്രമണം നടത്തുന്നതും RSS-നും BJP-ക്കും വളരെ എളുപ്പമാണ്. കാരണം എന്താണ്? നമ്മുടെ ഭരണഘടന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ ഭരണഘടന നമ്മുടെ സാമ്രാജ്യവിരുദ്ധ സ്വാതന്ത്ര്യത്തിന്റെ ഉൽപ്പന്നമാണ്. എന്നാൽ നമുക്കറിയാം RSS-ഉം BJP-യും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായില്ല എന്നുള്ളത്. JMM-ൽ നിന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി हेमंत सोरेन पंगेडुत्तത്. आज इस वोट चोरी की बात हो रही है, ये चोरी आज से नहीं चल रही है। बड़े भाई राहुल गांधी जी ने तो बहुत पहले से ही इस पर नजर गाड़ रखे थे, लेकिन अंतोगत्वा वो वोट चोरी करने वाला समूह आखिरकार पकड़ा जा चुका है और आज वो लोग आपके सामने उनका पर्दाफाश किया जा रहा है। इस वजह से अब आप सब लोगों को, विशेषकर इस राज्य के, इस देश के आदिवासी, दलित, पिछड़ा, गरीब, किसान, मजदूरों के लिए ये चुनाव सिर्फ चुनाव मात्र नहीं है। ये चुनाव सिर्फ बिहार नहीं, पूरा देश बचाने का संकल्प का चुनाव होगा। CPI-ML-ന്റെ തീപ്പൊരി നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യയാണ് അവരുടെ പാർട്ടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. CPI-യിൽ നിന്ന് ആനി രാജ ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ബീഹാറിലെ പാർട്ടിയായ VIP പാർട്ടിയുടെ നേതാവ് മുകേഷ് സാഹ്നിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധിയായി ഇവിടെ സംസാരിച്ചു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് സഞ്ജയ് റാവത്ത് ആയിരുന്നു സംസാരിച്ചത്. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ എല്ലാ പാർട്ടികളും ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വോട്ടർ അധികാർ യാത്രയിൽ ആക്റ്റീവായി പങ്കെടുത്തു. ഇതിനുശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ച സഞ്ജയ് റാവത്ത് പറഞ്ഞത് ഈ വോട്ടർ അധികാർ യാത്ര ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇനി നടക്കാൻ പോവുകയാണ് എന്നാണ്. പ്രതിപക്ഷം ഒന്നടങ്കം മോദിയുടെയും കൂട്ടരുടെയും വോട്ടുകൊള്ളയ്ക്കെതിരെ രാജ്യമെമ്പാടും വലിയ പ്രക്ഷോഭവുമായി ഇറങ്ങുകയാണ്. മോദിയുടെ കള്ളഭരണത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിക്കാം.